those elements within the IUML or their supporters in the Jamaat, etc., if anyone, takes up campaigns along or raises issues on communal lines, you will strongly oppose that as Chief Minister? No, nobody. I am not a Muslim. I am a Hindu. No, not about you. But IUML is your ally. And we know how many of the parties allied to it are. We are talking about the organizations associated with IUML as well. Yeah. Who? No, you may have taken a strong stand during I met Sri Ramesh Chandra ji for getting his blessings. He was my leader. When I was a student, he was my leader. Always he was my leader. Now also he is my leader. No doubt. That is a meeting. He blessed me for taking this post. Always his blessings will be and support will be with me. I'm sure this is a meeting of two brothers, nothing more. നമസ്കാരമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ മുഖ്യമന്ത്രി സതീശൻ സാറ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷയെ കളിയാക്കിക്കൊണ്ട്, സംസാര ഭാഷയെ കളിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് അതിമോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നതായി കണ്ടു. ഒരാളുടെ ഭാഷാ പ്രാവീണ്യം അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവാണ് അദ്ദേഹത്തിൻ്റെ ഭരണ മികവ് എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് മഹാവിഡിത്തമാണ്. ലോകത്തിലെ പല നേതാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനേ അറിയില്ല. ഇപ്പോൾ ലോക നേതാക്കൾ എടുക്കുകയാണെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷേ സംസാരിക്കാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയായ മാൻഡറിൻ എന്നൊരു ഭാഷയിലാണ് സംസാരിക്കുക. റഷ്യൻ പ്രസിഡന്റ് പുടിനാകട്ടെ റഷ്യൻ ഭാഷയിലാണ് സംസാരിക്കുക. അങ്ങനെ തുർക്കി, ബ്രസീൽ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തിലെ അധിപന്മാരെല്ലാം തന്നെ അവരുടെ ഭാഷയിലാണ് സംസാരിക്കുക. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹിന്ദിയിൽ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവനവൻ്റെ മാതൃഭാഷയായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വഴങ്ങുക. അതനുസരിച്ചാണ് ഒരു പക്ഷേ പഴയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ചും കേരളത്തിലെ പലർക്കും തന്നെ ആ ഒരു ഫ്ലുവൻസി ഇംഗ്ലീഷിൽ പലർക്കും നമ്മൾ കണ്ടിട്ടില്ല. ഇത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. നേതാക്കളെ അപഹസിക്കുക, ഭാഷയിൽ അവർക്ക് നല്ല ഭാഷയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ അവരെ കളിയാക്കുക തുടങ്ങിയതൊക്കെ ഇതൊരു തരം മനോരോഗം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സതീശൻ സാറിനെ ഈ വിധത്തിൽ അപഹസിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹം മലയാളത്തിൽ അതിചടുലതയോടെ വളരെ കൃത്യമായി എവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്ര ഗംഭീരമായി എവിടെ നിർത്തി പറയണമെന്നൊക്കെ നല്ല വിവരമുള്ള ആളാണ്. ആ കഴിവുകൊണ്ടാണ് താനും ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നത്. പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ്. പല യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പലതും യാഥാർത്ഥ്യങ്ങളായിരുന്നില്ല. നമ്മളിപ്പോൾ വയനാട്ടിലെ വീട് പണിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പോയി നോക്കൂ, അവിടെ വീട് പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് വരെ അദ്ദേഹം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ ആ മുന്നണി ഈ 102 സീറ്റ് കിട്ടിയത്. അവിടെ ഒരു കല്ല് പോലും വെച്ച് വീട് പണി തുടങ്ങിയിട്ടില്ല എന്നുള്ള സത്യം നമുക്കറിയാം. എന്നാൽ പോലും ഒരു മടിയുമില്ലാതെ അങ്ങ് വിശ്വസിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷാ പ്രാവീണ്യമല്ല അദ്ദേഹത്തിൻ്റെ ഭരണ മികവുണ്ടാവുക. ഇത് തുടങ്ങിയത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ റഹീം CPM ഒരു നേതാവ് കർണാടകയിൽ പോയിട്ട് അവിടെ ഒരു പ്രദേശത്തിൽ ഒരുപാട് വീടുകൾ കർണാടക സർക്കാർ, കോൺഗ്രസ് സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്, ഇടിച്ച് പൊളിച്ച് കളഞ്ഞപ്പോൾ ഓടിച്ചെന്ന് അദ്ദേഹം അവിടെ അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പത്രലേഖകരുമായിട്ട് സംസാരിക്കുമ്പോൾ കുറേ നേരം സംസാരിച്ചപ്പോൾ ഒരു 1-2 ഭാഗത്ത് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ വലിയ വേണ്ട വിധത്തിൽ സംസാരിക്കാൻ കഴിയാത്തൊരു രീതിയിലുണ്ടായപ്പോൾ കളിയാക്കി അദ്ദേഹത്തെ ഇനി സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിലുള്ള വൈരം എന്ന് നമുക്കറിയാം. അത് വെച്ച് ആ മനുഷ്യനെ അപഹസിക്കുന്ന വളരെ ദയനീയമായൊരു കാഴ്ച കണ്ടു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ VD സതീശൻ സാറിനെയും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിനെ കളിയാക്കിക്കൊണ്ട് പല പ്രമുഖ സോഷ്യൽ മീഡിയ ചാനലുകളിലും വളരെ മോശമായി ചിത്രീകരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ ഭരണം നടത്താനായിട്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ
കഴിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഭരണഭാഷ തന്നെ മലയാളത്തിലാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുമെങ്കിൽ നല്ല കാര്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇംഗ്ലീഷ് എന്നല്ല, എത്ര ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയോ, കൈകാര്യം ചെയ്യോ എന്നറിയോ അത്രയും നല്ലത്. ഇപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കും, നന്നായി സംസാരിക്കും. അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു ഭരണാധികാരി ആവണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധമില്ലല്ലോ. നരസിംഹറാവുവിന് ഏതാണ്ട് എത്രയോ ഭാഷകൾ അറിയാമായിരുന്നു അത്രയും. അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടായിരിക്കും. അതുകൊണ്ട് സതീശൻ സാറ് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് കുറച്ച് തപ്പിത്തടഞ്ഞ് ഒരു ഇംഗ്ലീഷിൽ അദ്ദേഹം അറിയാവുന്ന ഇംഗ്ലീഷ് പറഞ്ഞത്, അദ്ദേഹം പഠിച്ചിരുന്ന ഒരു കാലത്ത് അദ്ദേഹം ഏത് മീഡിയത്തിലാണ് പഠിച്ചതെന്ന് നമുക്കറിയില്ല. ഇനി ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നെങ്കിൽ പോലും ഒരിടക്കാലത്ത് നമ്മുടെ ലാംഗ്വേജിനൊക്കെ സംഭവിച്ച ഒരിടിവുണ്ട്. അത് സ്വാഭാവികമായിട്ടും ആ തലമുറ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പേരക്കുട്ടികളോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കും. അത് ഇവിടുത്തെ പല പഴയ തലമുറ നേതാക്കളും ഇവിടെ മക്കളോ മരുമക്കളൊക്കെ അങ്ങനെ തന്നെയും പേരക്കിടങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഭാഷ ഒരാളുടെ കണ്ടിട്ടോ അദ്ദേഹം മറുപടി പറയുന്നത് നിർത്തി പറയുന്നതോ ദിസ് ഈസ് എ പെൻ നോ, ദിസ് ഈസ് എ ടേബിൾ നോ, ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ നോ ഒക്കെ രീതിയിലായിരിക്കാം. യാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. ഓക്കെ നോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംഗ്ലീഷ് വാക്കുകൾ വരാത്തത് കൊണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചു പോവാം. അതൊന്നും ഒരു മനുഷ്യൻ്റെ, ഒരു നേതാവിൻ്റെ ഭരണം എങ്ങനെ നടത്തുന്നു എന്നുള്ള കഴിവിനെ ബാധിക്കുന്നതേ അല്ല. ഇത്തരത്തിൽ മലയാളി കളിയാക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പക വെച്ചുകൊണ്ട് ഒരു നേതാവിനെയും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും അറ്റാക്ക് ചെയ്യുന്നത് തരം താണതാണ്. അതൊരു മലയാളിക്ക് ചേർന്നതല്ല. ആ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് ഒരു തേർഡ് റേറ്റ് സംസ്കാരമാണെന്ന് മാത്രമേ ഇവിടെ പറയട്ടെ. ഈ അഭിപ്രായത്തോട് നമ്മുടെ പ്രേക്ഷകർ യോജിക്കുന്നുണ്ടാവും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു.